വേണം എൻ്റെ കള്ളൻ. ആ ഹലോ, അവിടെ പോയോ നീ? ഹലോ മോനെ, പറഞ്ഞോ ബ്രോ. ആ ഇതിപ്പം എന്തുവാ ഞാൻ ചെയ്യണ്ടേ? നമുക്ക് മാപ്പ് ലോഡാക്കിട്ട് വരാം, പുതിയ മാപ്പ്. അല്ലെങ്കിൽ ഭൂമിക്ക് അടിയിൽ പോവും. ഡൽഹിയിൽ പോവാം, വാ ശരിക്കും. മോനെ താഴെയിട്ട് കൊല്ലല്ലേ മോനെ. ഓടിക്കാതില്ലെന്ന് തോന്നുന്നു. ആ കേറട്ടെ കേറട്ടെ. ആ വിട്ടോ 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 വിട്ടോ. ഡൊമിനിക്ക, നിങ്ങൾ ഏത് ഡൊമിനിക്ക? ടി ജെ ഡൊമിനിക്കാണോ? അല്ലല്ലേ? ഡൊമിനിക്ക്. ഒന്നും കൂടെ പറയോ മക്കളെ, ഗ്യാങ്ങിന്റെ പേര് ഒന്നുകൂടെ പറയോ? ചാവേർപ്പട. ചാവേർ ചാവേർ. അപ്പുറത്തോടെ കയറി, അപ്പുറത്തോടെ കയറി, അപ്പുറത്തോടെ കയറി. എടാ നമ്മളിതൊക്കെ എത്ര കണ്ടേക്കുന്നേടാ നമ്മളെ. ആ മക്കളെ, പിന്നെ ഞാനാണെങ്കിലേ വരുന്ന ഇലക്ഷന് മറ്റേ മേയറായിട്ട് മത്സരിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വരാം, പ്രചരണത്തിന് വരാം. പുതിയതായിട്ട് കൊണ്ടുവരാൻ എന്തേലും? ആ പുതിയതായിട്ട് പലതും കൊണ്ടുവരാൻ പ്ലാൻ ഉണ്ട് മോനെ. അത് ഇന്നലെയാണ് അറിഞ്ഞത്. അപ്പം എടാ മോനെ, എന്നെ എവിടെ കൊണ്ടുപോടാ? എടാ ഞാൻ അവിടെ പോയിട്ട് എന്തൊരു കാണിക്കാനാ മോനെ? ആ ഗ്യാങ്ങിൽ എല്ലാരും ഇന്ന് പരിചയപ്പെടാം. ഞാനൊരു ഒരു 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 ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ പറഞ്ഞുതരാം. ഓ അത്രേ ഉള്ളൂ. ഞങ്ങളുടെ ലീഡറിനെ വിളിക്കാം. ഇത് എവിടാണ് എന്നെ അമ്മ കൊണ്ടുപോകുന്നേ? മറ്റേ മേയർ കാൻഡിഡേറ്റ് നമുക്ക് 1 CR ഒക്കെ തരാന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഞാൻ 2 CR തരുമല്ലോ. ഗണ്ണോ തീരയുടെ സുഖനെ എല്ലാവർക്കും. മക്കളെ ഗണ്ണം, മക്കളെ ഗണ്ണം 100 ഉണ്ട്. ആ നീ കൂട്ടി പോയല്ലേ, നീ കൂട്ടി പോയല്ലേ? നമുക്ക് അറിയാവേ നമ്മൾ ഇതിനൊക്കെ കുറെ നാളായേ. ഇത് ഓ എനിക്ക് തല ഇറങ്ങുന്നു കേട്ടോ മോനെ. നേരെ ഓടിക്കോ. ആരാടാ പിള്ളേരൊക്കെ? മോനെ ഇതെന്താ പാടമാണോടാ താഴെ? പാടം പാടത്തിലും കണ്ടെത്തിയിട്ട് വെടിയൊക്കെ ആണല്ലേ? ഞാൻ പണ്ടൊക്കെ ഞാൻ വല്ലപ്പോഴും കണ്ടുപിടി. ഞാനിപ്പോ കോച്ചാ കേട്ടോ. ഞാനിപ്പം എല്ലാ ഗ്യാങ്ങിലും മറ്റേ സ്ട്രാറ്റജി. ഇല്ല പണ്ടത്തെ ഈ പാടം അല്ലടാ. പണ്ട് നമ്മളങ്ങ് പലാറ്റയിലല്ലായിരുന്നു അടി. ആ സാൻഡിയിലൊക്കെ ആയിരുന്നു അടി. അപ്പം അവിടുത്തെ നമ്മള് ഞാൻ ഭയങ്കര വിൻ റേറ്റ് ഉള്ളൊരു പുള്ളിയാണ് ഞാൻ. പിന്നെ കളിച്ച ആറൊന്നും തോറ്റു. എനിക്ക് തലവേന എടുക്കുന്നു കേട്ടോ മോനെ, തലവേന എടുക്കുന്നു കേട്ടോ മോനെ. എനിക്ക് വെട്ടിക്കല്ലേ. ഇപ്പൊ ഇറങ്ങത്തില്ല കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ കോച്ചായിട്ട് നിൽക്കുവോ? കോച്ചായിട്ട് മൊത്തം സ്ട്രാറ്റജിയാണ്, മൊത്തം സ്ട്രാറ്റജി പരിപാടികളാണ്. നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവും. പക്ഷെ ഇത് പുതിയ സ്ഥലമായോണ്ടേ അവസാനം ഹോസ്റ്റേജ് ആയിട്ട് എന്നെ പിടിച്ചോണ്ട് പോകുന്നു. എന്താ മോനെ K51? അതെന്തുവാ? നേരത്തെ പറഞ്ഞേ കണിമംഗലം. ഓ എനിക്ക് അറിയത്തില്ല മോനെ, കണിമംഗലക്കാരെ പറ്റി എനിക്ക് അറിയത്തില്ല. ഞാൻ ആദ്യമായിട്ട് അങ്ങനെ കേൾക്കുന്നേ. ഞാൻ അറിയത്തില്ല. ഞാൻ സിറ്റി അങ്ങനെ ഞാൻ ഈ വാറുമായിട്ട് ഞാൻ അങ്ങനെ ചില ഗ്യാങ്ങുകളുമായിട്ട് മാത്രമേ ഞാനങ്ങനെ സംഗമിക്കാറുള്ളൂ. TV, KV അവർക്കൊക്കെയാണ് എൻ്റെ അഡ്വൈസും കോച്ചിങ്ങും ഞാൻ കൊടുക്കാറുള്ളത്. TVയിലെ പരന്തോസിനെ അറിയാവോ? ആ അവൻ വരും, എല്ലാ ഞായറാഴ്ചയും വരും. ഇങ്ങനെ ടിപ്സ് ആൻഡ് ട്രിക്സ് മോനെ. ഇത് വെള്ളത്തിൽ മീൻ പിടിക്കാൻ പോകണം നമ്മള്. മോനെ ഞാൻ എന്തോ മോനെ ഫ്ലോട്ടി ഇരിക്കുന്ന ശിവം വല്ലതാണോ എല്ലാവരെയും കാണിക്കാൻ? മോനെ ഓ എന്തൊരു അഡ്വൈസ് കൊടുക്കൂടാ? അങ്ങനല്ല മോനെ, ഞങ്ങള് കുറച്ച് പാവങ്ങളൊക്കെയാണ്. ആ മോനെ തലവേനിക്കുന്നേ കേട്ടില്ല. തലവേദനിക്കുന്നത് തല. നമ്മൾ ഇവിടെ നിർത്തുന്നില്ലേ? പോവാണോ? പെട്ടെന്ന് വാ. മോനെ നമ്മൾ കറങ്ങി തിരിഞ്ഞ് ഇവിടെ തന്നെ വന്നു. ആരാടെ ഹെലി ഓടിക്കുന്നേ? കഴിവുള്ളവനാട്ടോ. ഇറക്കറിയത്തില്ല മോനെ. പയ്യെ ഇറക്കണേ മോനെ. ചാവാൻ വയ്യ മോനെ. ഓ നിങ്ങളുടെ ഗ്യാങ്ങിൽ പെണ്ണൊക്കെ ഉണ്ടോ? ബോസ് പെണ്ണാണോ? ബോസല്ല, ഇത് മിയ. ഒരു 4 പ്രാവശ്യം ചോദിച്ചാൽ റിപ്ലൈ കിട്ടുമായിരിക്കും. മോനെ ഞാനെങ്ങനെ
ആരെടുത്ത് 4 തവണ ചോദിക്കാനാ അവളോട് ഇപ്പം മോനെ? ഞാൻ അങ്ങനെ പെമ്പിളാരോട് 4 വട്ടമൊന്നും ചോദിക്കാറില്ല മോനെ. എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ഒന്ന് സംസാരിച്ചാൽ മാത്രമേ സംസാരിക്കത്തുള്ളൂ മോനെ. അതിനോട് ആരും സംസാരിച്ചിട്ട് റിപ്ലൈ തരില്ല. അപ്പൊ പിന്നെ വേണ്ട മോനെ. പിന്നെ നീ വല്ല ഗ്യാങ്ങിലും ചേർച്ചെന്ന് അവിടെ പെമ്പിളാട് സംസാരിക്കാൻ പോലെ ഞാൻ. അഡ്വൈസ് ഒക്കെ തരാം. ഇത് വല്ലാത്ത കഷ്ടമാണല്ലോ ഇത്. ഇത് എന്തൊരു ചെയ്യൂടെ പോയി? ഞാൻ കേറി വന്നും പോയി, എനിക്ക് പോവാൻ വഴി അറിഞ്ഞൂടാ. ഹലോ, ഇങ്ങോട്ടൊന്ന് വരുമോ? ഇങ്ങോട്ടൊന്ന് വരുമോ? ഇങ്ങോട്ടൊന്ന് വരൂ, ഇങ്ങോട്ടൊന്ന് വരൂ, ഇങ്ങോട്ടൊന്ന് വരൂ. ഹലോ, കേക്കാവോ? എന്നെ ഇവന്മാർക്ക് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ദൈവത്തെ ഓർത്ത് എൻ്റെ പേര് പറയല്ലേ. കുട്ടി കേൾക്കുന്നില്ല കേട്ടോ. കുട്ടിയൊന്ന് ഷൗട്ട് ഇട്ട് കഴിഞ്ഞാ ഇപ്പൊ കേക്കാം. ശിവനെ താങ്ക് യു ഫോർ 20 rupees സൂപ്പർ ചാറ്റ്. അപ്പൊ കേക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ഓ, കുട്ടി കണിമംഗലത്തുള്ളതല്ലേ? ഓ, കണിമംഗലം അല്ലല്ലോ, ചാവേർപ്പടയിലുള്ളതല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എടാ, ഞാനൊരു കാര്യം പറയട്ടെ. പറഞ്ഞോ. നിങ്ങൾക്ക് ഒട്ടും മാന്യതയില്ല കേട്ടോ. ഇത്രേ നേരം ഞാൻ വെളി നിൽക്കുവോ, എന്നാ അകത്തോട്ട്. അയ്യോ, വാ 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 വാ, അകത്തോട്ട് നമുക്ക് അകത്തിരിക്കാം. വെളി നിന്നാ ഇനി പിള്ളേരൊക്കെ കൊള്ളാം കേട്ടോ. പിള്ളേരൊക്കെ ഇഷ്ടം പോലെ. മോനെ, ഞാൻ ഒരു കോൾ ചെയ്തോട്ടെ മോനെ. വിളിച്ചിട്ടല്ല, അകത്തോട്ട് വന്നോണ്ട് വിളിക്കാം, കുഴപ്പമില്ല. ധോണിപ്പാപ്പം കേറിയിട്ടില്ല കേട്ടോ. വീട്ടിൽ വരുന്ന കേറുമ്പോ തന്നെ സോഫയിരിക്കാം. കൊള്ളാം കേട്ടോ, കൊള്ളാം. സെറ്റപ്പ് കൊള്ളാം. നമ്മള് കറക്റ്റായിട്ടിരിക്കണേ, ഓർ പോവല്ലേ. മോളിൽ കയറിപ്പോടാ, താഴെ ഹോസ്റ്റേജായി. ഇതാണ് ഞങ്ങളുടെ ലീഡർ. ഞാനൊന്ന് കഷ്ടപ്പെട്ടിരുന്നേ, എണ്ണിക്കണോ? ബോസ് ഇപ്പുറത്തോട്ടിരി. അത് നമുക്ക് സംസാരിക്കാമല്ലോ. അയ്യോ ബോസേ, അതെന്റെ മർമ്മത്താണേ കാലിരിക്കുന്നേ. നേരെ ഇരിക്കണേ. അതെ എന്തുണ്ട് വിശേഷം? കഴിച്ചായിരുന്നോ? പിന്നെ കഴിച്ച് എന്നെ അറിയാൻ. വിശേഷം ഒന്നുമില്ല മോനെ. ഞാനാണെങ്കി ഇങ്ങനെ വഴി നിൽക്കാൻ നേരം ഈ പിള്ളേരെ കണ്ട് അവന്മാരെന്നെയും കയറ്റിക്കൊണ്ട് പോകുന്നതേ. പിന്നെ നിങ്ങൾക്ക് എന്തോ കണിമംഗലമായിട്ട് എന്തോ വാറുണ്ടെന്നോ? അപ്പുറത്തേക്കണ ആ പയ്യനുണ്ടല്ലോ, എടുത്തുണ്ട്. പറഞ്ഞു. അവിടുത്തെ ആരെയുടെ ചന്തിയൊക്കെ എന്നിട്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. പയ്യനൊരു കൊണ, എന്നിട്ട് പയ്യ ഒരു 8 പേര് അവനെ ചുറ്റും വളഞ്ഞിരിക്കുകയാണ്. ഞാനും വേറെ പയ്യനും ഇവരും മാത്രമേ ഉള്ളൂ. 10 പേര് വളഞ്ഞിരിക്കുകയാണ്. ഇവന്റെ ബാക്കില് ഓൺ ഫുട്ടൊക്കെയാണ്. പയ്യെ അവന്മാരെ ടീമിൽ എടുത്ത കാറിൽ കയറി പോയപ്പോ ഇവ അങ്ങ് വെടിവെച്ച്. ഇവ അറിഞ്ഞില്ല ബാക്കിൽ ആളുള്ള കാര്യം. മോനെ വീണ്ടും 2 പഴവും ആപ്പിളും വന്ന് ഫ്രണ്ടിൽ നിൽക്കുന്ന മോനെ. ഒരു മിനിറ്റ്. ഹലോ ഹലോ ഹലോണേ. ആളെന്താ പറഞ്ഞ സിൽവനെ? പേര് ശരത്. ആളെ ആപ്പിള് പഴം മേടിക്കാൻ എന്താടാ? എന്തൊക്കെയാ ഒത്തിരി സാധനം ഉണ്ടോ? എപ്പോ? അത് മറ്റേ വാച്ച്മാനോട് വെച്ചിരുന്ന സിറ്റുവേഷൻ. മോനെ ഞാൻ വന്നു. മോനെ സിറ്റി സേഫ് സോൺ ആയിരുന്നേ. അതാണ് ഞാൻ പറയാൻ വന്നേ. ഇത് നിങ്ങൾക്ക് ഇതൊന്നും അറിയാതാണോ നിങ്ങൾ ഈ വാറൊക്കെ വിളിക്കാൻ പോകുന്നത്? നിങ്ങൾ ഇത്ര ഇതാവരുത്, മനസ്സിലായോ? നിങ്ങള് ഗാംഗിൽ എത്ര പേരുണ്ട്? 25 പേരല്ലേ? ഒറ്റ കുട്ടി മാത്രമേ ഉള്ളൂ പെണ്ണായിട്ട്? കൊള്ളാം കേട്ടോ, നിങ്ങൾ സെറ്റപ്പ് ഒക്കെ കൊള്ളാം. ചാവേർ പട CP ബോയ് ഫ്രണ്ട് ആണ് ജോക്കിനാൻ. സത്യം പറഞ്ഞാ ഈ ഒന്നുമില്ല. ഞാനിപ്പോ നിങ്ങളുടെ ഗാങ്ങിനെ കുറിച്ച് ഒന്നും പറയാൻ അർഹനല്ലല്ലോ, ഞാൻ പറയുന്നില്ല. അല്ലല്ല വേണ്ട.
സത്യം പറഞ്ഞ ഈ ഗാംഗിൽ പെണ്ണിനെ കയറ്റുന്നത് നല്ലതല്ല കേട്ടോ. അതൊരു സത്യമാണ്. സത്യമാണ്. നിങ്ങളും സത്യം പറഞ്ഞാൽ അതിന് യോജിക്കുന്നു. കൊച്ചിനെ നമ്മള് ചാൻസ് കൊടുത്തല്ലേ നമ്മളെ ഈ പെർഫോമൻസ് ഒക്കെ നോക്കിയിട്ട് മതി. ഞാൻ പറയാൻ ആരും അല്ലല്ലോ. ഞാൻ നിങ്ങളുടെ ഗാംഗിലൊക്കെ അങ്ങനെയല്ല നമ്മള് പറഞ്ഞത്, നമ്മളെ അവസരം കൊടുക്കണമല്ലോ. അത് ശരിയാ. പെർഫോമൻസ് നോക്കിയിട്ട് മതി. പെർഫോമൻസ് നോക്കിയിട്ട് മതി. എന്തുണ്ട് വിശേഷം? എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷം? വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോനെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ജീവിതം ഭയങ്കര മറ്റേ സഹാറ മരുഭൂമി പോലെ വളരെ വരണ്ട് കിടക്കുവാണ്. എന്താണ് പ്രശ്നം? നമുക്ക് കേൾക്കാം. അല്ല, കേൾക്കാനായിട്ടൊന്നും പറയാനില്ല, അതാണ് പ്രശ്നം. പറയാനായിട്ടൊന്നും സംഭവിക്കുന്നില്ലെന്നേ ജീവിതത്തിൽ. ശരിയാവല്ല, കിണർ കുഴിക്കാനോ വറ്റിക്കിടക്കുമല്ലേ മോനെ? അത് വല്ലാത്തൊരു തമാശ. എന്നാ മോനെ ഒന്ന് ചിരിക്കാം നമുക്ക്. മോനെ അത് മതി കേട്ടോ. ഇങ്ങനെ ചിരിക്കല്ലേ. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങളൊക്കെ, ഇങ്ങനെയാണ്. അപ്പം ഞാനൊരു കാര്യം പറയാം. അപ്പൊ ഞാൻ മേയറായിട്ട് മത്സരിക്കുന്നുണ്ട് അടുത്ത തവണ. അപ്പം മക്കളെ, നിങ്ങളുടെ എല്ലാ വോട്ടുകളും ഞാൻ ഇപ്പോഴേ 10-25 പേരുണ്ടെന്നല്ലേ പറഞ്ഞേ. 10-25 വോട്ട് എനിക്ക് കിട്ടണം കേട്ടോ. നിങ്ങൾക്ക് എന്റെ അനുകൂലമായ പല സംഭവങ്ങളും വരുന്നതായിരിക്കും. മോനെ, തോക്കെടുത്തല്ല വെള്ളം മാറിപ്പോയതാണേ. വാഗ്ദാനം കണ്ണാണേ. ഡെവിനെ താങ്ക് യു ഫോർ 40 രൂപീസ് സൂപ്പർ ചാറ്റ്. ഒരാൾക്ക് 5 കണ്ണും 100 ഉണ്ട വീതവും തരുന്നതായിരിക്കും. നമ്മളതൊക്കെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. പക്ഷെ നമ്മൾക്ക് വോട്ട് കിട്ടണം. വോട്ട് കിട്ടും, ഉറപ്പല്ല. 25 വോട്ട് ഇത് ഉറപ്പാണെങ്കിൽ അത് ഉറപ്പ്. നിങ്ങൾക്ക് ഇത്ര വാറായിട്ട് ഗാംഗിൽ എല്ലാരും വന്നിട്ടില്ലേ ഇവിടെ? ഉണ്ട് കേട്ടോ. എന്റെ ഒരു ഉയർന്ന അൻപൻ ഇപ്പോഴും സിറ്റി വെളിയിൽ നിൽക്കുക, കേറുന്നില്ല. ഇഷ്യൂ ഉണ്ട്. കാരണം അത് നിങ്ങൾ ഈ KV-ആയിട്ടൊക്കെ ഒരു വള്ളി പിടിക്കണം. KV-ആയിട്ട് വള്ളി പിടിക്കുന്നത് പിന്നെ നമ്മളിപ്പോ കറണ്ട് ശാന്തി സമാധാനമായിട്ട് പോകുമ്പോ ആരെങ്കിലൊക്കെ വരും, അങ്ങനെ എടുക്കുന്നത്. അല്ല, നിങ്ങൾക്കായിട്ട് വള്ളി എടുക്കാൻ താല്പര്യമില്ല. നമ്മളായിട്ട് വള്ളി എടുക്കും എപ്പോഴേലും. അതിനു മുമ്പേ നമുക്ക് ഇങ്ങോട്ട് വരും. നിങ്ങൾക്ക് ഫ്രണ്ട്ലി ഗാങ്സ് ഒന്നും ഇല്ല? ഫ്രണ്ട്ലി ഗാങ്സ് ഉണ്ടോ ചോദിച്ചാ അതൊരു വാറ് കഴിയുമ്പോഴത്തെ ഫ്രണ്ട്ലി അങ്ങ് മാറും. അതങ്ങ് മാറും. എടാ മോനെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരാൾക്ക് 5 കണ്ണാണോ ചോദിച്ചേ നേരത്തെ? മോനെ, ഒരാൾക്ക് 5 കണ്ണൊക്കെ തരാൻ വേണ്ടി ഞാൻ മറ്റേ ഗുരുവായൂരപ്പനൊന്നും അല്ലല്ലോ മോനെ 2 കൈ വെച്ചിട്ട് ഗണ്ണുണ്ടാക്കാനായിട്ട്. ഒരാൾക്ക് 1 കണ്ണ് വെച്ചിട്ട് തന്നാ പോരെ? 2 രണ്ടെണ്ണമൊക്കെ നോക്കാം. ഈ ചെയ്യുന്നവർക്ക് അപ്പൊ വോട്ടിന്റെ കാര്യം സംശയമാണ്. അല്ല മോനെ, 2 കണ്ണ്. ഇതൊക്കെ ഓരോരോ പ്രഹസനങ്ങളല്ലേ മോനെ, ജീവിതത്തിന്റെ പ്രഹസനമല്ലേ. അവിടുത്തെ വീട്ടിലെ സുഖവിശേഷമൊക്കെ എങ്ങനെയുണ്ട്? എല്ലാവർക്കും സുഖമാണേ. ആർക്കും അങ്ങനെ സുഖക്കേടൊന്നുമില്ല. ഇപ്പൊ നമ്മള് ഇങ്ങനെ പോന്ന്. ഇപ്പൊ ഞാൻ വന്നതിന്റെ പേടിയുണ്ടെന്നേ പിള്ളേർക്ക് കുറച്ച്. ഈ കണ്ണൻ കഴിവറികളൊക്കെ പെണ്ണുങ്ങളുടെ പുറകാന്നേ. മനസ്സിലായോ? 2-3 അവന്മാരുണ്ടതിനകത്ത്. പക്ഷെ ഒരുത്തന്മാർ അടിക്കാൻ വന്നു കഴിഞ്ഞാൽ അടി കഴിഞ്ഞിട്ടേ ഉള്ളൂ അവന്മാർക്ക് പെണ്ണൊക്കെ. പക്ഷെ അതെ കോൺസെൻട്രേഷൻ പോകും കേട്ടോ. പക്ഷെ നമ്മുടെ പിള്ളേർക്ക് അങ്ങനെയൊന്നും അല്ല. വെടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരുന്നെറ്റിക്ക് തന്നെ കൊള്ളും. അതിപ്പം എത്ര ആഞ്ഞുടിഞ്ഞ് നിന്നാലും. അതുകൊണ്ട് പിന്നെ ഞാനൊന്നും പറയാറും പോകാറില്ല. അവന്മാരുടെ ലൈഫ് എൻജോയ് ചെയ്യണ്ടേ. അതെ. ജോക്കിക്ക് ആയ കാര്യത്തെ ആസ്വദിക്കാൻ പറ്റില്ല പിള്ളേരെ. ആഫ്രിക്ക വിടണോ പിള്ളേരെന്നോ? എന്തോ അതെ, വലിയ മമ്മൂട്ടിയാണ്. അതെ. നമുക്ക് പിന്നെ ഒന്നും നോക്കട്ടെ. നമ്മളെ പിന്നെ തുടത്തില്ല. മനസ്സിലായി? ഞാൻ നിങ്ങളുടെ കയറി വന്നതിന്റെ ആ ഒരു കോൺഫിഡൻസ് എന്തുവാ? ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എന്നെ തട്ടിക്കൊണ്ടൊന്നും പോകത്തില്ല. നിങ്ങൾ എന്നെ കുറച്ച് ചെയ്തിട്ടൊന്നും വെക്കത്തില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിള്ളേർ വരുമല്ലോ. ആ ഒരു സാധനത്തില് ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് എവിടെ ഞാനിങ്ങനെ പാറി നടക്കും. എല്ലായിടത്തും കയറിപ്പോ. എനിക്ക് അങ്ങനെ പേടിയില്ല. അതൊക്കെയാണ് ആ ഒരു സംഭവം. പിന്നെ നിങ്ങള് എന്തുവാ പരിപാടി ഇനി വാറില്ലാത്തോണ്ട്? നമ്മൾ ഇനിയിപ്പം എന്തായാലും നമ്മളിങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്ത് നടക്കാന്നുള്ള. അതെ. നല്ല കാര്യങ്ങൾ ചെയ്യണം കേട്ടോ. നിങ്ങൾ കുറച്ചുകൂടെ ഇങ്ങനെ വളരണം. നിങ്ങളുടെ ഗ്യാങ് ഭയങ്കര ഉള്ളിലോട്ടാ കേട്ടോ. അതെ, സ്ഥലം കിട്ടിയില്ല വേറെ അടുത്ത്. സ്ഥലം നമുക്ക് സെറ്റ് ആക്കാം. സ്ഥലം എവിടെ വേണ്ടേ? ഭാവി മേയറിൽ കിടക്കുന്ന പറ.
മോനെ സിറ്റിയിൽ ഏത് സ്ഥലം വേണം? മോന് സിറ്റിയിൽ ഏത് സ്ഥലം വേണം? സിറ്റിയിലെ ഒത്ത നടുക്ക് ആയിട്ട് കിട്ടിയ ഉപകാരമായി. നമ്മളൊരു തീടത്തിലോട്ട് മറ്റേ എലിവിദ്യയിലുണ്ടല്ലോ അവിടെ അതാകുമ്പോ സ്റ്റാൻഡിങ്. മോനെ ബിരിയാണി തരാന്ന് പറയുമ്പോ ബിരിയാണിക്ക് അത് 10 ചിക്കൻ പീസ് വേണമെന്ന് പറയുന്ന കണക്കാവല്ലേ? മുനി എടുത്ത് കളഞ്ഞിട്ട് പറ്റുമോ? പിന്നെ ബിരിയാണി എടുത്ത കാര്യമില്ലയോ? സത്യം മോനെ മോനെ ഈ കിണർ കുഴിക്കാൻ പറഞ്ഞ പയ്യൻ തന്നെയാണോ ഈ തമാശ അടിച്ചേ? അല്ലല്ല അതാ സൈഡിൽ ഇരിക്കുന്നത്. നിങ്ങള് ഗാംഗില് ഫുള്ള് ഫലിതപ്രിയന്മാരാ കേട്ടോ ബോസേ. അതെ അതെ അപ്പം ഞാൻ ഈ പറയുന്ന ഞാൻ ഈ പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാ എവിടായിട്ടാ വേണ്ടേ? സിറ്റിയിൽ ഒത്ത നടുക്കായിട്ട്. എന്റെ പൊന്നു മോനെ ഒത്ത നടുക്കുന്ന വീട്, ഒത്ത നടുക്കുണ്ടെങ്കിൽ ഒത്ത നടുക്ക് കിട്ടുവാണെങ്കിൽ നമ്മൾ അവിടെ പോയി വെക്കത്തില്ലയോ? പിന്നെ എന്തിനാണ് ഈ നമ്മൾ ചോദിക്കുന്നത് തരാൻ പറ്റിയിട്ടല്ലേ ചോദിച്ചിട്ട് കാര്യമുള്ളൂ. ഈ ഒത്ത നടുക്കെന്ന് പറയുമ്പോ മാപ്പിനകത്ത് എവിടെ വരും? ഒത്ത നടക്കുന്ന മാപ്പിന്റെ സെന്റർ എല്ലാ സൈഡിലും ഒരേ, അതായത് എല്ലാ സൈഡിലും ഒരേ രീതിയിൽ എത്തുന്ന സ്ഥലം, ഒരേ ഡയമീറ്റർ വിത്ത് എല്ലാം വരുന്ന ഒരു സ്ഥലം. ഒരു 4006-ന്റെയും 4018-ന്റെയും ഇടയ്ക്ക്. 4006-ന്റെയും 8090 തന്നാ മതി. 8090 അതൊരു നല്ല സ്ഥലമാണ്. 8090? ഓ അവിടെ ഇപ്പൊ പീഡിയാ. മോനെ ഒരു എന്തേലും പറഞ്ഞോ മോനെ? ഒരു ചോദിക്കുന്നതിന്റെ ഒരു മയം വേണ്ടേ മോനെ? ഞാനിങ്ങനെ അതെ മോനെ, അതേ പ്രശ്നം. ഞാൻ പറഞ്ഞുതരാം. നമുക്ക് അതാണ് TDMന്റെ അടുത്തായിട്ട് ഗ്യാങ്സ് കിട്ടുകയാണെങ്കിൽ ഉപകാരമായി. TDM ഇനി TDM എന്ന് വെച്ചാൽ നാണം കിടുവോ മോനെ? നമ്പർ എന്ന് പറയാവോ എക്സാക്ട്ലി? ഈ കോമ്പൗണ്ട് വാങ്ങിച്ചു തരാൻ പറ്റുമോ? എന്ത് വാടക ഇത്? എനിക്കൊരു കോമ്പൗണ്ട്. ആള് പോയി. വേറൊന്നും വേണ്ട, ഞങ്ങള് കേറി വരുന്നിടത്ത് ടാർ ചെയ്തെന്ന. മോനെ നിങ്ങളുടെ ഡിമാൻഡ്സ് ഒക്കെ ഭയങ്കര ഇതാണ് കേട്ടോ. നിങ്ങള് എനിക്ക് ഒരു കോമ്പൗണ്ട് ആയിട്ട് മേടിച്ചു തരും. ഞാൻ പറഞ്ഞത് ഈ 6069 6070 6068 6071 6067 ഈ ഒരു കോമ്പൗണ്ട് വാങ്ങിച്ചു തരും. മോനെ ഒരു മിനിറ്റ് ചേട്ടൻ ഒന്ന് നോക്കിക്കോട്ടെ. എവിടെ? 6069 6069 6070 6068 TDMന്റെ അടുത്തായിട്ട് ഒരു കോമ്പൗണ്ട് ഇല്ലേ? ഓ മനസ്സിലായി. കോമ്പൗണ്ട് കിട്ടോ? എങ്ങനെ? ഈ ഒരു കോമ്പൗണ്ട് അല്ലേ? തരാം. എന്നെ നാളെ ഒന്ന് വിളിക്കണേ ബോസ്, എന്നെ നാളെ ഒന്ന് വിളിക്കണം. ഞാൻ റെഡിയാക്കി തരാം. നമ്പർ ഞാൻ തരാം. എൻ്റെ ഓരോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജീവനാണ് ചോദിക്കുന്നത് അവനൊക്കെ. ആണോ? ദി ബോസ്. ഓ ദി ബോസ് എന്നൊക്കെയല്ലേ പേര്? കൊള്ളാം കേട്ടോ, സ്റ്റൈലായിട്ടുണ്ട്. എന്നാ മോനെ ഞാനങ്ങോട്ട് തെറിക്കട്ടെ. നിങ്ങളെ കണ്ടതിലും പരിചയപ്പെട്ടതിലും എല്ലാത്തിനും സന്തോഷം. വന്ന സ്ഥിതിക്ക് എന്തായാലും ഞാൻ കാര്യം തരാം. അടിയാണോ? ചായെങ്കിലും തന്നില്ലെങ്കിൽ മോശമാണ്. ആ മോനെ നന്ദിയുണ്ട് മോനെ. ചായയെങ്കിലും കിട്ടിയല്ലോ മോനെ. ജയിച്ചു വാ നാളെ ജയിച്ചു വാ. എന്നെ മോനെ എവിടെയെങ്കിലും ഒന്ന് വിടാവോ എന്നെ? മോനെ ആ ബലിതപ്രിയനെ എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല കേട്ടോ. ഭയങ്കരമായിട്ട് ബലിതപ്രിയനാന്നേ അവൻ. എന്നെ മോനെ ടിവിയുടെ മോനാണോ? അല്ല കത്തി എല്ലാരും കത്തി അല്ല കത്തിയില്ല. മോനെ തരൂ ഇല്ലേ?